അപ്പോൾ നമ്മുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ കൂളായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. എക്സാം ഒക്കെ നമ്മൾ ഗംഭീരമായിട്ട് എഴുതി കഴിഞ്ഞു. സോ ഇനിയുള്ള അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ അത് +1 ആണ്. നമ്മളിതാ +1ലേക്ക് എത്താനായിട്ട് ഏകദേശം കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ചിന്തയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഒബ്വിയസ്ലി മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു വലിയ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് കാര്യങ്ങളും കുറച്ചുകൂടെ എന്തായിരിക്കും, അഡ്വാൻസ്ഡ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഇവിടെ പഠിച്ച മാത്തമാറ്റിക്സ് ആയിരിക്കില്ല +1 മാത്തമാറ്റിക്സ്. എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ഈവൻ സോഷ്യൽ സയൻസ് ഇല്ലാന്ന് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും എന്തുണ്ട്, സയൻസ് സ്ട്രീമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും അഡ്വാൻസ്ഡ് വേർഷൻ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഒരു അക്കാദമിക്സിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് 10 CBSEയിലുള്ള നിങ്ങൾക്ക് നൽകിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും അതേപോലെ ക്ലാസ്സുകളും നിങ്ങൾക്ക് അത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചു. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, +1 ക്ലാസ്സും സൂപ്പറാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ക്ലാസ് 11ലേക്ക് പ്രവേശിക്കുമ്പോൾ, അപ്പോൾ ക്ലാസ് 11 CBSE പറയുമ്പോൾ നിങ്ങളുടെ ക്ലാസ് 12 CBSEയുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷനാണ്. 12th CBSE മാത്സിൻ്റെ ബോർഡ് എക്സാം ആയിക്കോട്ടെ, മറ്റ് ബോർഡ് എക്സാം ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എൻട്രൻസ് ലെവലിൽ വരെ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ എവിടെയാണ്, നമ്മൾ ക്ലാസ് 11 CBSE ആണ്. ഈവൻ +2 കഴിഞ്ഞ് മക്കൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന തീരുമാനിക്കുന്നത് നിങ്ങൾ +2 സ്കോറാണ് അല്ലേ. അതുപോലെ നിങ്ങൾ +1 +2ൽ നേടിയിരിക്കുന്ന ആ ഒരു നോളജ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. ഒരുപാട് നല്ലോണം പഠിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ ബേസ് നോക്കിയിട്ട് പഠിക്കണം. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 10th കഴിഞ്ഞ് ആ ഒരു ക്ഷീണമൊക്കെ മാറ്റി ഇരിക്കുന്ന സമയമാണ്. +1 ക്ലാസ്സുകളൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏകദേശം ഒരു ഏപ്രിൽ മാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകളൊക്കെ മെല്ലെ ആരംഭിക്കും. സോ മക്കൾ എന്താ ചെയ്യുക, 10th CBSE പഠിച്ച പോലെ തന്നെ +1 CBSEയിലും നിങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടത്, നമ്മുടെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, കോൾ ചെയ്യുക. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് 11 CBSEയിലേക്ക് വരിക. അതേപോലെ നിങ്ങൾ സ്ട്രീം ഓപ്റ്റ് ചെയ്യുന്ന സമയത്തും എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും പാഷൻ നിങ്ങൾക്ക് എന്താണോ അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. സയൻസ് സ്ട്രീം ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. എപ്പോഴും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്രയും ആവശ്യമുള്ള സ്ട്രീം ആയിരിക്കണം. ഇപ്പോൾ സയൻസ് സ്ട്രീം ഒക്കെ ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ബാക്കിയുണ്ട്. +1 +2 കഴിയുമ്പോഴും ഒരുപാട് പാത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ ഒരു സ്ട്രീം എടുത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്ഷൻസ് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്താൻ പാടില്ല. എപ്പോഴും ആലോചിച്ച് മാത്രം ഓപ്ഷൻസ് എടുക്കുക, സ്ട്രീം എടുക്കുക. സയൻസ് സ്ട്രീം നല്ല രീതിയിലുള്ള ഓപ്ഷനാണ്, നോക്കിയിട്ട് എടുക്കുക. സോ എന്ത് ചെയ്യുക, ഉഷാറാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, 11th CBSEയിൽ അവിടെ കാണാം. സോ എല്ലാവരും വരിക. താങ്ക് യു.